ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഡാൽ ലേക്ക്. ഡാൽ ലേക്കിലുള്ളൊരു ഉദാസെ മന്നത്തെ എന്നുള്ളൊരു പാട്ടൊക്കെ ഉള്ളൊരില്ലേ, ആ സ്ഥലമാണ് നമ്മളിത് പിന്നെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ്, നിങ്ങൾ തീർച്ചയായും കാണും. അപ്പോൾ ഈ ഡാൽ ലേക്ക് എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ ശ്രീനഗർ ടൗണിൽ നിന്ന് 9.5 കിലോമീറ്ററാണുള്ളത്. അതേപോലെ നമ്മളെ ശ്രീനഗർ എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഡാൽ ലേക്കേക്ക് 21 കിലോമീറ്ററാണുള്ളത്. ഇതാണ് അതിൻ്റെ ദൂരം. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ബോട്ടിങ്ങിന് കയറാൻ വേണ്ടി പോവാണ്, ബോട്ടിങ്ങിലേക്കുള്ള യാത്രയാണ്. ഓക്കെ, നമ്മൾ ബോട്ടിങ്ങിലേക്ക് കിടന്ന ഇതിന്റെ പേര് ഇതിന് ഷിക്കാര എന്നാണ് പറയുന്നത്. ഷിക്കാര ഇത് നമ്മള് ഡാൽ ലേക്കിൽ വന്നു കഴിഞ്ഞാൽ കറങ്ങാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോകുന്ന തോണിയാണ്. നമ്മുടെ നാട്ടിൽ തോണി എന്ന് പറയും. ഇതാണ് നമ്മളപ്പോ സതീഷ് നമ്മളെല്ലാവരും ടീമായിട്ട് അങ്ങനെ പോവാണ്. قهوة لونسر كشميري قهوة كوفي لونسر यहाँ का फेमस है. ये कॉफ़ी कहवा हॉट चॉकलेट लाउंसर गर्मा दो लाउंसर ഓണാക്കിട്ടോ മാക്സിമം കിട്ടുന്ന കിട്ടും. ഞാൻ ചെറിയ ചെറിയ കട്ടിങ് എടുക്കാൻ പറ്റും, ഇടാൻ പറ്റിയ കട്ടിങ്. ഓക്കെ സാറേ നമ്മള് നമ്മളുണ്ട് സ്റ്റിക്ക് കാണിക്കും. അങ്ങനെ നമ്മളെ ഡാൽ ലേക്കിൽ ഇങ്ങനെ കറങ്ങുവാണ്. ഒരുപാട് ബോട്ട് അത് ഇതൊക്കെ കാണാനുണ്ട്. ഇതേപോലെ തന്നെ ബോട്ടിൽ ചായ സാധനങ്ങളൊക്കെ കൊണ്ട് വിൽക്കാൻ വേണ്ടി ആള് വരുന്നുണ്ട്. ഇതൊന്നും ജസ്റ്റ് ഇത് ഹൗസാ इसमें रहता है ये रात के लिए ना, एक दिन के लिए. ഇത് കപ്പിള് നമ്മുടെ ഫാമിലി റൂമാണിത്. 5000 രൂപയാണ് ഇതിന് വാടക ഈ റൂമിനൊക്കെ. അത് നൈറ്റ് വന്ന് താമസിക്കുന്നതിനൊക്കെ ഉള്ളതാണ്. പുഴയുടെ അടുത്ത് തന്നെയാണ്. നേരത്തെ കണ്ടവര് അടച്ചാടെ ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മളെ ബോട്ടിംഗ് ഒക്കെ പോകുന്ന സുഖമാണ്, പക്ഷേ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെയാണ് ഈ ചായ, അതേപോലെ ചായക്കുള്ള കടി, പിന്നെ വളകൾ, അങ്ങനെ നമ്മുടെ മറ്റ് തുണിത്തരങ്ങൾ ഇതൊക്കെ വിൽക്കാൻ വേണ്ടി ഇതിനകത്തേക്കൂടെ തന്നെ ഈ ഷിക്കാറിൽ ആണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിനുള്ളിൽ തന്നെ പല കടകളുണ്ട്.
നമുക്ക് സാധനം വാങ്ങിക്കാം. അത് ഇവർ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇവർ ഈ സാധനം സൈഡാക്കി തരും നമുക്ക് വാങ്ങിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഈ ഡാൽ ലേക്കിൻ്റെ നീളവും ഇതൊക്കെ പറയുകയാണെങ്കിൽ നീളം ഏകദേശം 7.5 കിലോമീറ്ററാണുള്ളത്. അതുപോലെ വീതി ഒരു 3-3.5 കിലോമീറ്ററാണ്. ഇതിൻ്റെ ആഴം എന്ന് പറയുന്നത് 1.5 മീറ്റർ മുതൽ 6 മീറ്ററാണ് ഇതിൻ്റെ ആഴം. അപ്പോൾ വലിയൊരു ആഴമൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ ജലം നദിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സാധനമാണ്. ജലം നദി എന്നുള്ളതാണ് ജലനദിയാണ് ഇതിൻ്റെ ഉത്ഭവ സ്ഥാനം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗമാണിത്. പിന്നെ ഇതിനടുത്ത് തന്നെയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ തുലിപ് ഗാർഡൻ, ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ. അതേപോലെ ശങ്കരാചാര്യ ടെമ്പിളുണ്ട്, അതൊരു 13 കിലോമീറ്ററേ ഉള്ളൂ. അതുപോലെ ഒരു ഷാലിമാർ ബാഗ് മുഗൾ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്, അതിനൊരു 5 കിലോമീറ്ററേ ഉള്ളൂ. അതൊക്കെ ഇവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് പ്ലേസുകളുണ്ട്. പിന്നെ അത്രയും ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നൊരു ഏരിയ ആണ്. ജൂലൈ ആഗസ്റ്റൊക്കെ ആകുമ്പോൾ നിറയെ താമരകളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒക്കെ ഫുൾ ഐസിൽ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു സംഭവമാണ്. ആ സമയത്തൊക്കെ ആണെങ്കിൽ മൊത്തത്തിൽ ഭയങ്കരമായിട്ടൊരു അട്രാക്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. കാണാൻ നല്ല ഭംഗിയാണ്. വേറെ സൈലൻ്റാണ്, ഒരുപാട് റഷ് അങ്ങനെ നമുക്ക് ഒരുപാട് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാരും ഏകദേശം ഓക്കെയാണ്, നമ്മൾ വല്ലാതൊരു പറ്റിക്കുക അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പം പോയത് ഒരു അരമണിക്കൂറാണ് ബോട്ടിങ് എടുത്തത്. നമ്മൾ 4 പേര് കയറി, ഒരു 500 രൂപ മാത്രമാണ് ഇവർ വാങ്ങിച്ചത്. 500 രൂപയ്ക്ക് ഇവർ അരമണിക്കൂർ നമ്മളെ ചുറ്റിക്കറങ്ങി. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വന്നു, പക്ഷേ അരമണിക്കൂർ ഇവർ ചുറ്റി കാണിച്ചു തരും 500 രൂപയ്ക്ക്. അപ്പോൾ അങ്ങനെ വലിയൊരു പറ്റിക്കലൊന്നും ഇവിടെ ഇല്ല, നോർമലാണ്. അപ്പോൾ അവർ 2000 ഒക്കെ പറയും, മറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു 500 രൂപ കൊടുത്താൽ മതി. ആദ്യം പറഞ്ഞ് വില പേശിയിട്ടാണെങ്കിൽ ഓക്കെ. പിന്നെ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ബന്ധപ്പെടുക. കമൻറ്റ് ബോക്സിൽ തീർച്ചയായും പറയുക, അതിനുള്ള ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. തീർച്ചയായും വരേണ്ടതാണ്. ഇവിടെ എവിടെ നോക്കിയാലും മലയാളികളാണ്, ഒരുപാട് മലയാളികളുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടേക്ക് ഇത്തിരി നിറയെ മലയാളികൾ തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 20% മലയാളികൾ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ ശരിക്കും ആസ്വദിച്ചു. നല്ലൊരു യാത്രയായിരുന്നു. നിങ്ങളും വരിക, തീർച്ചയായും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ഇത്രയും നല്ലൊരു സ്ഥലം ശ്രീനഗർ ഇപ്പം നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രാവശ്യത്തിനെക്കാളും ആൾക്കാർ കൂടുന്ന ഇവിടെ ഗവൺമെൻറ്റേ പറഞ്ഞു തുടങ്ങി. ഞങ്ങൾ ശരിക്കും ഖുദാസേ മന്നത്ത് എന്നുള്ള പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് പോകുന്നത്. അടിപൊളിയായിട്ട് ആസ്വദിക്കുകയാണ് നമ്മൾ. അപ്പം ഞാനിത് ഇത്രയും കൊല്ലത്തെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. അപ്പോൾ ശ്രീനഗറിൽ ഇതിന് മുമ്പൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടത് ഒരു പേടി സ്വപ്നമായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് ഫ്രീ ആയിട്ട് വരാം. വലിയൊരു പേടി സ്വപ്നമൊന്നുമുള്ള ആവശ്യമില്ല. ഇവിടെ നല്ല ഫ്രീ ആണ്, കറങ്ങി വരാം, നല്ല രീതിയിൽ തന്നെ കറങ്ങാം. ഇതിനടുത്ത് തന്നെ ഒത്തിരി പ്ലേസുകളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ശങ്കരാചാര്യ ടെമ്പിളുണ്ട്, തുലിപ് ഗാർഡൻ ഉണ്ട്, മുഗൾ ഗാർഡൻ ഉണ്ട്. പിന്നെ എല്ലാം അടുത്തടുത്താണ്, ഒരുപാട് അടുത്തടുത്ത് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരുപാട് നമ്മൾ കറങ്ങാതെ തന്നെ എല്ലാം കാണാൻ പറ്റിയൊരവസ്ഥയാണ്. പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ നല്ല വെയിലുണ്ട്. കറക്റ്റ് കറങ്ങാൻ പറ്റിയ സമയം രാവിലെയാണ്. ഒരു 11 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെയിലാണ്. ശ്രീനഗറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തണുപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കോട്ടൊക്കെ ഇടണം. ബട്ട് അതിന് കണക്കായ നല്ല ചൂടുമുണ്ട്, ശരിക്കും നല്ല ചൂടാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു സീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ ശരിക്കും നമ്മൾ ഐസ് വീഴുന്നതിലേക്കൂടെയുള്ളൊരു യാത്ര, അതൊരു വേറൊരു ലെവല്. അതുപോലെ നമ്മൾ ജൂലൈ ആഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ താമരകൾ വിരിയുന്നൊരു സമയം. രണ്ടും വേറെ വേറെ ഒരു ഫീലിംഗ് ആയിരിക്കും. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മൾ വന്നുകൊണ്ട് ഈ ഒരു നിലയിൽ ശരിക്കും ആസ്വദിക്കാൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ ടൈമിംഗ് കറക്റ്റാണ്. ഇവിടെ ട്യൂലിപ്പ് ഗാർഡൻ ഓപ്പൺ ആണ്, ട്യൂലിപ്പ് ഫെസ്റ്റിവൽ നടക്കുവാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ട്യൂലിപ്പ് ഗാർഡനാണ്. അപ്പോൾ അത് കാണാനും നമുക്ക് പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രമാത്രം. അപ്പോൾ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരെ കൊണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് ഗ്രോത്ത് ആക്കുക. താങ്ക് യു.